കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയ്ക്കിടെ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി രമേശ് ചെന്നിത്തല റീലുകളും പോഡ്കാസ്റ്റുകളും പ്രചരിപ്പിച്ചാണ് അനുകൂലികൾ രമേശ് ചെന്നിത്തലയെ ഉയർത്തിക്കാട്ടുന്നത്. ചർച്ചകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് കെ സി വേണുഗോപാൽ ഒഴിഞ്ഞുമാറി. അതിനിടെ വി ഡി സതീശനെ നിയുക്ത മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ച് മലപ്പുറത്ത് ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ സംസ്ഥാന കോൺഗ്രസിൽ നടക്കുന്ന മുഖ്യമന്ത്രി ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സമൂഹ മാധ്യമ ഇടപെടലുകളാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് വേണ്ടിയും AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് വേണ്ടിയുമുള്ള പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുമ്പോൾ ഒട്ടൊന്ന് വൈകിയാണ് രമേശ് ചെന്നിത്തലയുടെ കടന്നുവരവ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ചിത്രീകരിച്ച ജനനായകൻ എന്ന പേരിലുള്ള ഡോക്യുമെന്ററിയും കേരളത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വിശദമാക്കുന്ന പോഡ്കാസ്റ്റുകളുമാണ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയുള്ള സമൂഹ മാധ്യമ ഇടപെടലുകൾ. ഞാനൊരു കേരള യാത്ര തുടങ്ങുകയാണ്. കേരളത്തിന്റെ സമഗ്ര പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടിയുള്ള യാത്രയാണ്. രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ലക്ഷ്യം കേരളത്തിന്റെ പുരോഗതിയാണ്, വളർച്ചയാണ്, ജനങ്ങളുടെ നന്മയാണ്. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ചർച്ചകളോട് പ്രതികരിച്ച കെ സി വേണുഗോപാൽ വ്യക്തിപരമായി അത്തരം ചർച്ചകളോട് യോജിപ്പില്ലെന്ന് അറിയിച്ചു. മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നവർ നടത്തട്ടെ, എനിക്കതിനകത്ത് യാതൊരു താല്പര്യമില്ല. പാർട്ടി താല്പര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെയാണ്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രതീക്ഷ. കോൺഗ്രസ് ഉചിതമായിട്ടൊരു തീരുമാനം 4-ാം തീയതിയോട് കൂടി എടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ വികാരങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കുമല്ലോ കോൺഗ്രസ് തീരുമാനം എടുക്കുക. പാർട്ടിക്ക് വേണ്ടി ത്യാഗങ്ങൾ അനുഭവിച്ചവർ വേണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടതെന്നും അല്ലാതെ നിർണായക ഘട്ടങ്ങളിൽ മാറുന്നവരല്ലെന്നും കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.